ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കുന്നത് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ആദ്യം നമ്മൾ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനേഷൻ പ്രകാരം ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടി പീരിയോഡിക് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എഫ് ഓഫ് ടി പ്ലസ് ടി, അവിടെ എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് ടി പ്ലസ് ടി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കണം, എഫ് ഓഫ് ടി ആയിരിക്കണം. ഓക്കെ, സോ ഒരു എക്സാമ്പിളായിട്ട് നമുക്കറിയാവുന്ന ഒരു ഗ്രാഫ് ഞാൻ എടുക്കുകയാണ്. സൈൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് 0 2 പൈ, ഇവിടെ പൈ, ഇവിടെ 4 പൈ. ഓക്കെ, അങ്ങനെ എഴുതി പോവാണ്. ഇതിനിടയിൽ 3 പൈ ഉണ്ട്. ഓക്കെ, സൈൻ 0 0 ആണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്, ഇങ്ങനെയാണ് അല്ലേ. സോ 0 to 2 പൈ എന്ന് പറയുന്ന ഗ്രാഫ് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇയാൾ തന്നെയാണ് എവിടെ പോകുമ്പോഴും 2 പൈ to 4 പൈ വരുമ്പോഴും സെയിം ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ഇവിടെ 5 പൈ, ഇവിടെ 6 പൈ. സോ അടുത്ത ഇൻ്റർവെൽ 2 പൈ ലെങ്ത്ത് വരുന്ന ആ ഒരു ഇൻ്റർവെല്ലിലും ഈ സെയിം കോപ്പീസ് തന്നെയാണ് നമ്മൾ വെച്ച് പോകുന്നത് അല്ലേ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എന്ത് പീരിയോഡിക് ഗ്രാഫാണ്? 2 പൈ പീരിയോഡിക് ആണ്. കാരണം എന്താ, ഈ 2 പൈ ലെങ്ത്തിലുള്ള ഈ ഒരു പാർട്ടിൻ്റെ കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അടുത്ത 2 പൈയിൽ. അഗെയിൻ അത് തന്നെയാണ് അടുത്ത 2 പൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു 2 പൈ പീരിയോഡിക്കിലുള്ള ഗ്രാഫിന് നമ്മൾ അഗെയിൻ അതിൻ്റെ കോപ്പീസാണ് അടുത്ത 2 പൈ ഇൻ്റർവെൽസ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൈൻ എക്സിന് എന്താണെന്ന് പറയാം, 2 പൈ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ പ്രകാരം എഫ് ഓഫ് 0യുടെ വാല്യൂം എഫ് ഓഫ് 0യുടെ വാല്യൂം എഫ് ഓഫ് 2 പൈയുടെ വാല്യൂം എന്ത് തന്നെയാണ്, സെയിം ആണ്. അതായത് എഫ് ഓഫ് 0 പ്ലസ് 2 പൈയുടെ വാല്യൂം എഫ് ഓഫ് 0യുടെ വാല്യൂ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, എഫ് ഓഫ് 0യുടെ വാല്യൂം എഫ് ഓഫ് 2 പൈയുടെ വാല്യൂം എന്ത് തന്നെയാണ്, സെയിം ആണ്. എഫ് ഓഫ് 0യുടെ വാല്യൂം എഫ് ഓഫ് 0 പ്ലസ് 2 പൈയുടെ വാല്യൂ, അതിൻ്റെ ഇടയിലുള്ള ഏതൊരു ടി നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്ക് എന്ത് വരില്ല, അതിന് മുന്നേ ഈ രണ്ട് വാല്യൂസ്, അതിന് മുന്നുള്ള ഏത് വാല്യൂസും എന്തായി വരുന്നില്ല, ഈക്വലായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എഫ് ഓഫ് 0യുടെ വാല്യൂം എഫ് ഓഫ് പൈയുടെ വാല്യൂം സെയിം ആണല്ലോ, അപ്പോൾ അവിടെ ഈക്വലായി വരുന്നുണ്ടല്ലോ. ബട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഗ്രാഫിൽ ഇങ്ങനൊരു ഗ്രാഫാണ് അല്ലേ. ഇവിടെ 0, ഇവിടെ പൈ. നിങ്ങൾ ആലോചിക്കുക, 0ക്കും പൈക്കും ഒരേ വാല്യൂ ആണല്ലോ. സോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പൈ പീരിയോഡിക്. കാരണം എന്താ, പൈ പീരിയോഡിക് ആണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ പൈ ആണ് ഈ ഒരു ഗ്രാഫാണെങ്കിൽ അടുത്ത 2 പൈ വരെയും എങ്ങനെ തന്നെ വരണം, ഇത് തന്നെ വരണം. ആ സെയിം ഗ്രാഫിനപ്പുറത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ നമ്മുടെ പീരിയോഡിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ആ ഇൻ്റർവെല്ലിനുള്ളിലെ ആ ഗ്രാഫ് തന്നെയാണ് അടുത്ത ഇൻ്റർവെല്ലിലും സെയിം പോലെ വരണം. ഓക്കെ, സോ പൈ പീരിയോഡിക് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരണം, 0 to പൈ വരെ എന്ത് ഗ്രാഫാണോ ദെൻ അടുത്ത പൈ ലെങ്ത്തിലും ആ സെയിം ഗ്രാഫ് തന്നെ വരണം. ക്ലിയർ ആണല്ലോ. സോ സെയിം വാല്യൂസ് വരുന്നുണ്ടോ എന്നുള്ളതിലുപരി ആ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ അവിടെ നമുക്ക് കീപ്പ് ചെയ്ത് പോകണം, സെയിം ആയിരിക്കണം ഓരോ ഇൻ്റർവെൽസിലും. ആ 2 പൈ പീരീഡിൽ എന്ത് ഗ്രാഫാണ് വരുന്നത് ആ സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കണം അടുത്ത 2 പൈയിലും കിട്ടേണ്ടത്. അടുത്ത 2 പൈയിൽ അത് തന്നെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ സൈൻ പൈക്കും സൈൻ 0യുടെയും വാല്യൂ സെയിം തന്നെയാണ്. പക്ഷേ അടുത്ത 2 പൈ പീരീഡിൽ വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പീരീഡ് ഓഫ് എ സൈൻ എക്സ്. സോ ഈ സെയിം ഗ്രാഫ് തന്നെയാണ് അടുത്ത 2 പൈയിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത 2 പൈയിലും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് സൈൻ്റെ പീരീഡ് എത്രയാണ്, 2 പൈ ആണ്. ഓക്കെ, പൈ അല്ല, പൈയിൽ നമുക്കറിയാം 0യിൽ വന്ന് മുട്ടുന്നുണ്ട്, 0ക്കും പൈക്കും ഒരേ വാല്യൂ ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് പൈ പീരിയോഡിക്. എന്താ അല്ലാത്തെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ,
സോ ഇതാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. എഫ് ഓഫ് എന്താണ്, ഇഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഹാസ് എ പീരിയഡ് ടി കോമ ടി ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് ടി പ്ലസ് ടി ഈക്വൽ ടു എന്തായിരിക്കണം, ടി ആയിരിക്കണം ഫോർ ഓൾ ടി. ഓക്കെ, സോ ഇനി ഇങ്ങനെയുള്ളൊരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് എന്നുള്ളതാണ് താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്, 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി, ക്യാപിറ്റൽ ടി ആണ്, ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, വാരിയേഷൻ വന്നിരിക്കുന്നത് നമുക്ക് 0 ടു ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറ് അല്ലേ. നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ഫോർമാറ്റ് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്തൊരു മാറ്റം വന്നു, സാധനം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ടി പീരിയോഡിക് ആണ്. സോ അതുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാരിയേഷൻ എങ്ങനെ വന്നു, 0 ടു ക്യാപിറ്റൽ ടി ആയിട്ട് മാറ്റി. ഓക്കെ, സോ ആ ഒരു ചേഞ്ച് നോക്കാം. പിന്നെ ഇതുവരെ കണ്ട ഒരു ലാപ്ലേസ് ഫോർമാറ്റുകളൊന്നും അല്ല ഇതിൽ കാണുന്നത്, നമുക്കൊരു ഇൻ്റഗ്രലൊക്കെ ഉള്ളിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, പൊതുവെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എസ്സിലാണ് വരാറുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇൻ്റഗ്രൽ ടേംസൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ നമ്മുടെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണം നിർബന്ധമില്ല. നമുക്ക് എന്തായാൽ മതി, എല്ലാ ലാപ്ലേസിനും ഇത് തന്നെയാണ് പറയാറുള്ളത് കണ്ടീഷൻ, പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 ഇൻഫിനിറ്റി ആയാൽ മതി. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആസ് എ ടു ഇൻ്റഗ്രൽ. കാരണം എന്താ, നമുക്കിവിടെ ടി പീരിയോഡിക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഇൻ്റഗ്രൽ നമ്മുടെ ജനറൽ ഫോർമാറ്റ് എന്തായിരുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതിൻ്റെ ഫോർമുല എന്തായിരുന്നു, ഇൻ്റഗ്രൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആയിരുന്നു അല്ലേ. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, ഇതായിരുന്നു നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ടി പീരിയോഡിക് ആയതുകൊണ്ട് ഞാൻ ഇൻ്റഗ്രലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, 0 ടു ടി വരെയും ടി ടു ഇൻഫിനിറ്റി വരെയായിട്ട് രണ്ട് ഇൻ്റഗ്രൽസ് ആയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് വന്നു, ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, സോ ആ ഒരു ഫോർമാറ്റിൽ വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്, ഈ സെക്കൻഡ് കെടുക്കുന്ന ആളുണ്ടല്ലോ, ഇയാൾക്കൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇയാൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ, ഇയാൾക്ക് എന്ത് മാറ്റമാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ, ടി എന്ന് പറയുന്ന വാരിയബിളിന് നമ്മൾ എന്ത് വ്യത്യാസം കൊടുക്കുകയാണ്, യു പ്ലസ് ടി എന്ന് പറയുന്ന വാരിയേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്താ ചെയ്തത്, ടി എന്ന് പറയുന്ന വാരിയബിളിന് യു പ്ലസ് ടി എന്ന് പറയുന്ന വാരിയബിൾ വെച്ച് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം, ആ ഇൻ്റഗ്രൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അപ്പോൾ ടി ആണ് എവിടുന്ന് എവിടേക്ക് വാരി ചെയ്യുന്നത്, ടിയിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് വാരി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആ ടീനെ ഞാൻ യു പ്ലസ് ടി ആക്കി കഴിഞ്ഞാൽ വെൻ ടി ഈക്വൽ ടു ടി ആവുമ്പോൾ ഈ വേരിയേഷൻ എങ്ങോട്ട് പോകും. സോ ഇത്രയേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ആ സ്മോൾ ടി എന്ന് പറയുന്ന വാരിയബിളിന് പകരം യു എന്ന് പറയുന്ന വാരിയബിൾ വെച്ചിട്ട് നമ്മൾ ആ ഇൻ്റഗ്രേഷനെ മാറ്റാണ്. ഓക്കെ, സോ നമ്മൾ വാരിയേഷൻ അവിടുത്തെ വാരിയബിൾ ടി ആണെങ്കിൽ ആ ടി എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ യുയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിൻ്റെ റേഞ്ചും എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം, യുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ടി ക്യാപിറ്റൽ ടി ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും, യുവിൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താ കിട്ടുക, ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്തായി മാറും, ടി ഈക്വൽ ടു യു പ്ലസ് ടി ആയിട്ട് മാറും. അപ്പോൾ യു ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, ടിയും ഈ രണ്ട് ടി ഇങ്ങോട്ട് വരുമ്പോൾ ടി മൈനസ് ടി ഈക്വൽ ടു 0 ആവും. ഓക്കെ, അപ്പോൾ വെൻ ടി ഈക്വൽ ടു ടി എന്ത് വരും, യു ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് മാറ്റണം
അല്ലേ? ടിയുടെ വേരിയേഷനാണ് ആ ഇൻ്റഗ്രലിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ യുയിലേക്ക് മാറ്റുമ്പോൾ യുടെ വേരിയേഷനിലോട്ട് നമുക്കതിനെ മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതാം? യു ഈക്വൽ ടു സ്മോൾ ലെറ്റർ ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. അപ്പോൾ വെൻ ടി ഈക്വൽ ടു ടി ആകുമ്പോൾ യു ഈക്വൽ ടു 0 ആവും. വെൻ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു ഈക്വൽ ടു എന്താവും? ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പോൾ ആ ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് എങ്ങോട്ടേക്ക് മാറും? 0 ടു ഇൻഫിനിറ്റിയിലോട്ട് മാറും. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി എന്ത് വരും? ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ടിക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കണു? യു പ്ലസ് ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി അങ്ങോട്ടേക്ക് മാറി 0ലേക്ക് മാറി. ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴും എങ്ങോട്ടേക്ക് മാറുന്നത്? ഇൻഫിനിറ്റിയിലോട്ട് തന്നെയാണ് മാറുന്നത്. ടിക്കൊക്കെ എന്ത് കൊടുത്തു? യു പ്ലസ് ടി കൊടുത്തു. ഇനി ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ആ ഇക്വേഷനെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്താ പറയുക? ഡി ടി ഈക്വൽ ടു ഡി യു എന്ന് വരും. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ? പീരീഡ് ആണ്, അതൊരു വാല്യൂ ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതെന്തായി മാറും? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറും. അപ്പോൾ ഡി ടി എന്തായി മാറും? ഡി യു ആയിട്ട് മാറും. ഓക്കെ, സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുന്നു. എന്ത് വരും? ടിക്കൊക്കെ എഫ് ഓഫ് യു പ്ലസ് ടി ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഈ സെക്കൻഡ് ടേം നിങ്ങൾ കണ്ടുവല്ലോ, ഫസ്റ്റ് ടേം കണ്ടുവല്ലോ, ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു യു പ്ലസ് ടി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് യു മൈനസ് എസ് ടി അല്ലേ? സോ ഇ റേസ് ടു എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ അത് പ്രകാരം ഇയാൾ നമുക്ക് എങ്ങനെ എഴുതാം? സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് എഴുതുമ്പോഴാണ് ഈ പറയുന്ന എന്ത് വരുന്നത്? ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്ന ടേം അവിടെ കയറി വരുന്നത്. ഈ ഒരു ഇതിൽ ഇ റേസ് ടു മൈനസ് എസ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. ഓക്കെ, ഈ ഒരു ടേം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ഞാൻ എന്ത് ചെയ്തു? ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടേം ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വന്നത്. ബാക്കി ഇ റേസ് ടു മൈനസ് എസ് യു അവിടെയുണ്ട്. ഇനി എഫ് എന്ന് പറയുന്ന ആൾ ടി പീരിയോഡിക് ആയതുകൊണ്ട് എഫ് ഓഫ് യു പ്ലസ് ടി എന്ത് തന്നെയായിരിക്കും? എഫ് ഓഫ് യു തന്നെയായിരിക്കും. സോ നമുക്കതിനെങ്ങനെ റീപ്ലേസ് ചെയ്യാം? എഫ് ഓഫ് യു വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം നമ്മളൊന്ന് ഈ ഇൻ്റഗ്രലിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. സോ ഒന്ന് നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെന്താണെന്ന്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് യു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, അവിടെ അവർ ഡിയും കൂടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളത് ക്ഷമിച്ചേക്ക്. അവിടെ ഡി എന്ന് പറയുന്നൊരു ടേമും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ ആരായി മാറി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് യു ആണ്. ഓക്കെ, സോ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? അതിനെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് എഴുതാം. യുവിന് ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? നമ്മൾ യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? അതായത് ഇങ്ങനെ വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് യു എന്ന് നമുക്ക് വരും. ഓക്കെ, എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യു എന്ന് പറയുന്നത് എന്താണ്? ടി മൈനസ് ടി ആണ് അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടി ആണ്. ഓക്കെ, സോ എഫ് ഓഫ് ടി മൈനസ് ടി ആണ്. എഫ് ഓഫ് ടി മൈനസ് ടി ആണ്. എഫ് എന്ന് പറയുന്നത് ടി പീരിയോഡിക് ആയതുകൊണ്ട് ഈ ടി മൈനസ് ടീനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി തന്നെ എഴുതാം. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് അവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതി അവസാനിപ്പിച്ചത്? ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇയാളെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിട്ട് എക്സ്പ്രസ് ചെയ്തത്. ഓക്കെ, സോ ഒന്ന് നോക്കിയൊക്കെ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ ഏത് ഫോർമാറ്റിൽ വന്നു? ഈ ലാസ്റ്റ് പറയുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത്? ഇ റേസ് ടു മൈനസ് എസ് ടി ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന്. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വന്നു? ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ ടേംസിനെ രണ്ടിനും ഒരുമിച്ച് എഴുതുക. അപ്പോൾ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കോമൺ ആണ്. സോ ഞാനതിനെ പുറത്തേക്ക് എടുത്തിട്ടാണ് എഴുതുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ആര് വന്നു? 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഈക്വൽ ടു ബാക്കി ഇൻ്റഗ്രൽ. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി അപ്പോൾ എന്ത് വരും? ഇവിടെ പ്രൊഡക്റ്റ് ആണ്. സോ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ബാക്കി ആ ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. സോ ഇങ്ങനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. മേ ബി നമുക്കൊരു ബി പാർട്ടിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൻ്റെ ഫിഗർ തന്നിട്ടാണ് നിങ്ങളോട് അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫായിട്ടല്ല, ഐ മീൻ ഫങ്ഷനായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല. പകരം അതിൻ്റെ ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് ആ ഫങ്ഷൻ എത്ര പീരിയോഡിക്കാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കേണ്ട ഒരു കാര്യം, ആ ഗ്രാഫ് ആദ്യം പീരിയോഡിക് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. സോ ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഗ്രാഫ് 0 to 1 വരെ 0 to 1 വരെ നമ്മുടെ ഇൻ്റർവെൽ ഫങ്ഷൻ്റെ വാല്യൂ വരുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1 വാല്യൂസ് വരുന്നതൊക്കെ എവിടെയാണ്? 0 to 1 വരെ വരുന്നുണ്ട്, 2 to 3 വരെ വരുന്നുണ്ട്, 4 to 5 വരെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇൻ്റർവെൽ 1 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി 1 to 2 വരെ എന്താ അവസ്ഥ? 1 to 2 വരെ 0 ആണ്. അതുപോലെ 3 to 4 വരെ 0 ആണ്. അതുപോലെ 5 to 6 വരെ 0 ആണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയാൽ പെട്ടെന്ന് തന്നെ പറയാം, ഞാൻ ഇത്രയ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 0 to 2 വരെയുള്ള ഈ ഒരു പോർഷനിൽ 0 to 2 വരെയുള്ള ഈ ഒരു പോർഷനിൽ എന്താണോ ഗ്രാഫ് വരുന്നത് അതാണ് അടുത്ത 2 ലെങ്ത്ത് വരുന്ന ഭാഗത്തും റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? 0 to 2 വരെ ഈ ഫംഗ്ഷൻ ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത് അതിൻ്റെ കോപ്പി പേസ്റ്റാണ് അടുത്ത 2 ലെങ്ത്തിൽ. അടുത്ത 2 ലെങ്ത്തിൽ ഇവർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ എത്ര പീരിയോഡിക്കാന്ന് പറയാം? 2 പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ടി എന്ന് പറയുന്ന ആളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. എങ്ങനെ മാറ്റി എഴുതുന്നത്? ഇ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? 1 ആണ്, അല്ലേ? ഇ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത്? ഇ ഓഫ് ടി ഈക്വൽ ടു 1 വെൻ 0 to 1 വരെ. ഓക്കെ, 0 to 1 വരെ 1ഉം 1 to 2 വരെ 0യുമാണ്. ഇവർ തന്നെയല്ലേ അടുത്ത ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ 2 ലെങ്ത്തിനുള്ളിൽ സംഭവിക്കുന്ന ആ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മളവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് കാണേണ്ടത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ ഓഫ് ടി ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടി എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഫോർമുലയിൽ ടിക്കൊക്കെ എന്ത് കൊടുക്കുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എന്നുള്ളിടത്തൊക്കെ ക്യാപിറ്റൽ ടി ആണ് കേട്ടോ. ക്യാപിറ്റൽ ടിയുടെ ഭാഗത്തൊക്കെ എന്ത് കൊടുക്കുക? 2 എന്നുള്ള വാല്യൂസ് കൊടുക്കാം. സോ നമുക്ക് എന്ത് വരും? 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t ഇ റേസ് ടു മൈനസ് എസ് ടി ഇ ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി അവിടെയാണ് ആ ഇ ഓഫ് ടിയുടെ സ്ഥാനത്താണ് നമ്മൾ അടുത്ത കളി നമ്മൾ ചെയ്യണത്. എന്താണ്? ഇ ഓഫ് ടീനെ എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? 1 ആയിരിക്കും വെൻ 0 to 1 വരെ, 1 to 2 വരെ 0 ആയിരിക്കും. സോ നമ്മുടെ 0 to 2 എന്ന് പറയുന്ന ആ ഇൻ്റഗ്രലിനെ നമ്മളൊന്ന് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് എങ്ങനെ എഴുതുന്നു? 0 to 1 വരെയൊക്കെ എഴുതുന്നു, ദെൻ 1 to 2 വരെ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, 0 to 1 വരെ ഇ ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഞാനതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 to 2 വരെ ഇ ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഞാൻ 0 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തൊരാൾ ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s പുറത്തുണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പിൽ അവർ എഴുതി വന്നപ്പോൾ അത് മൈനസ് എസ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. അവിടെ മൈനസ് 2s ആണ് കേട്ടോ. ഓക്കെ, സോ ഈ ഇൻ്റഗ്രൽ പോയി. ഈ ഇൻ്റഗ്രൽ മാത്രം നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്?
ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ്. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 1 വരും. 1 കൊടുക്കുമ്പോൾ ആർക്കാ 1 കൊടുക്കേണ്ടത്? ടിക്കാണ് കേട്ടോ. അപ്പോൾ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ്. സോറി, ഞാനൊക്കെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് എസ് എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് വരും. 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 0 to 1 ആണ്. 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1 വരും. അപ്പോൾ മൈനസ് ഓഫ് 1 ബൈ എസ് വരും. സോ ഇതൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരാം? 1 ബൈ എസ് മൈനസ്, അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടിൻ്റെ സെയിം ആണല്ലോ, അപ്പോൾ അത് ഒരുമിച്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഈ മൈനസും കൂടെ പോസിറ്റീവ് ആവും. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡ് ബൈ എസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ആ ഇൻ്റഗ്രൽ എന്ത് വരും? 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് വരും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ അവർ കാണിച്ചിരിക്കുന്നത് ഈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2എസിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനത്തെ ഫോർമാറ്റിൽ കൺസിഡർ ചെയ്യാം അതിനെ. 1 സ്ക്വയർ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിലായി. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ആക്കി എഴുതി. സോ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ ഒരു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഉണ്ട്, അതും ക്യാൻസലായി പോവും. അതായത് ഈ ഡിനോമിനേറ്ററിൽ ഈ ഒരു ടേമും ന്യൂമറേറ്ററിൽ ഈ ഒരു ടേമും ക്യാൻസലായി പോയി. ബാക്കി ആര് മാത്രം വരും? 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് എന്ന് പറയുന്ന ഒരു ടേം വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പീരിയോഡിക് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ആദ്യം ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് ആ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഓരോ ഇൻ്റർവെല്ലിന് എന്താണ് ഫംഗ്ഷൻ വരുന്നത് എന്നുള്ളത് അവിടെ എടുത്ത് എഴുതാം. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ആ ഇ ഓഫ് ടി എന്താണെന്ന് അവിടെ എടുത്ത് എഴുതണം. ഇപ്പോൾ ഇ ഓഫ് ടി ഇവിടെ 0 to 1 വരെ 1 ആണെന്നും 1 to 2 വരെ 0 ആണെന്ന് എഴുതിയില്ലേ? അങ്ങനെ നമ്മൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് എടുത്ത് എഴുതുക. ദെൻ നമ്മൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ആ ഇക്വേഷനിൽ അതിൻ്റെ സൊല്യൂഷൻ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, വായിക്കുക, നന്നായിട്ടിത് പഠിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. നമ്മളിതുവരെ കണ്ട ഫോർമുല പോലെ ഒന്നല്ല, നന്നായി ഒന്ന് പഠിക്കുക. പ്രോബ്ലംസ് ഇനിയും ചെയ്ത് നോക്കുക. എക്സസൈസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.